എന്ത് വീഡിയോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ LPUP എഴുതുമ്പോൾ വാങ്ങിയ ഒരു റാങ്ക് ഫയലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ റാങ്ക് ഫയലിൻ്റെ കോലം കാണുമ്പോൾ ഏകദേശം എന്താ കണ്ടോ, എല്ലാം അടിപൊളി പപ്പടക്കെട്ട് പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇതിൽ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പുതിയൊരു റാങ്ക് ഫയൽ വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യത്തിന് സിമ്പിളായിട്ടൊരു ഉത്തരം പറയുകയാണെങ്കിൽ വേണ്ട. ഒരൊറ്റ ഒരു റാങ്ക് ഫയൽ വാങ്ങിയാൽ മതി. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് മാറിയത് കൊണ്ട് പുതിയൊരു SCERT ബേസ്ഡ് ആയിട്ടുള്ള ബുക്സ് വാങ്ങുന്നതിൽ തെറ്റില്ല, അത് ഓക്കെയാണ്. കാരണം സിലബസും ടോപ്പിക്കും കണ്ടൻറ്റും ഒക്കെ മാറിയിട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ റാങ്ക് ഫയൽ നമ്മുടെ സിലബസ് മാറാത്തോളം കാലം ഇതേ തന്നെയായിരിക്കും മിക്ക റാങ്ക് ഫയലിലും ഉണ്ടാവുക. ചുമ്മാ ഒരു 2-3 പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കൊക്കെ മാത്രമേ വ്യത്യാസമായിട്ട് നമുക്ക് കാണുള്ളൂ. അപ്പം ഇതിങ്ങനെ ഞാൻ യൂസ് ചെയ്ത് അവസാനം എൻ്റെ പൊളിഞ്ഞ് തീരാറായി. ഇവിടെ ഓൾറെഡി ഞാനിങ്ങനെ തുറന്ന് ഈ കെമിസ്ട്രിയുടെ ഭാഗമൊക്കെ എത്തിയപ്പോൾ ഓൾറെഡി ഇങ്ങനെ പൊളിഞ്ഞ് തുടങ്ങിയത് കണ്ടു. അപ്പോൾ അത് അങ്ങനെ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റാങ്ക് ഫയലിനെ ഞാൻ 3 പീസാക്കി എന്നുള്ളതാണ്. ഇങ്ങനെ 3 പീസാക്കി. എന്നിട്ട് ഇത് ഫസ്റ്റ് പോർഷൻ, ഇതിൽ നമ്മുടെ സോഷ്യൽ കംപ്ലീറ്റ് സോഷ്യൽ ഇതിനകത്ത് ഉണ്ടാകും. ആൻഡ് ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഈ ഒരു പോർഷൻ ഇങ്ങനെ ഇത്ര ഉണ്ടാകും. ആൻഡ് ബാക്കി വരുന്ന സൈക്കോളജി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അത് ഇങ്ങനെയും ഉണ്ടാവും. എന്നിട്ട് ഞാനിതിനെ ഒരു കവർ, അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു നോട്ട്ബുക്കിൻ്റെ കവർ വെച്ചിട്ടൊരു ബുക്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് ഞാനൊരു ബുക്കിൻ്റെ അട്ട എടുത്തു വെച്ചിട്ടുണ്ട്, അതിനെ ഇതിനകത്ത് പ്ലേസ് ചെയ്യണം. ആൻഡ് ഇത് ഫ്രണ്ട് പോർഷനാണ്. ബാക്ക് പോർഷൻ എന്ന് പറയുന്നത് വേറൊരു നോട്ട്ബുക്കിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്യാരി ചെയ്യാനും എളുപ്പമാണ്, അതുപോലെ കൊണ്ട് നടക്കാനും എളുപ്പമാണ്, വേഗം പഠിക്കാനും നമുക്ക് എളുപ്പമാണ്. അത്രയും വലിയ ബുക്ക് എങ്ങനെ പഠിക്കും എന്നുള്ളൊരു ഒരു ഇതുണ്ടാവില്ല, നമ്മളൊരു ബുക്കിൻ്റെ കനം കണ്ടിട്ട് പഠിക്കാൻ തോന്നാത്തൊരവസ്ഥ, അത് ഇതിലൂടെ മാറിക്കിട്ടും.